ഹലോ, ഇന്ന് നമുക്ക് ബാങ്കിങ് 14ാമത്തെ മൊഡ്യൂളിൽ NPA നോംസ് പറയുന്നുണ്ട്. അതിൻ്റെ പ്രൊവിഷൻസ് നോക്കാം. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു ടേബിൾ കണ്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് NPA കാറ്റഗറി സെക്യൂർഡ് അസറ്റും അൺസെക്യൂർഡ് അസറ്റും. ഈ കാറ്റഗറി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായാൽ ഇത് നിങ്ങൾ കാണാണ്ട് പഠിക്കാവും ബെറ്റർ. കിട്ടിയില്ലെങ്കിൽ കാണാണ്ടെങ്കിലും പഠിച്ചിട്ട് പോകണം. ഓക്കെ. അൺസെക്യൂർഡ് അസറ്റ് എളുപ്പമാണ്, 25ഉം ബാക്കിയൊക്കെ 100% ആണ് വരുന്നത്. സെക്യൂർഡ് അസറ്റ് സബ്സ്റ്റാൻഡേർഡ് 15% പ്രൊവിഷൻ വേണം. D1 ആണെങ്കിൽ 25, D2 40, D3യും ലോസും 100% ആണ്. ഇത് നമ്മൾ NPA പ്രൊവിഷൻ എന്തായാലും നോക്കണം. NPA എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നോൺ പെർഫോമിങ് അസറ്റാണ്. അതിൽ ലോസ് അസറ്റ് എന്ന് വെച്ചാൽ അതിന് പ്രത്യേകം പീരീഡ് ഇല്ല. ലോസ് അസറ്റ് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് ഇൻറ്റേർണൽ ഓഡിറ്ററോ എക്സ്റ്റേണൽ ഓഡിറ്ററോ അല്ലെങ്കിൽ RBIയുടെ ഇൻസ്പെക്ഷൻ ടൈമിലോ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നതാണ് ലോസ് അസറ്റ്. ഓക്കെ. പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കാര്യത്തിൽ NPA ആവണത് എപ്പോഴാണെന്ന് വെച്ചാൽ 2 തരം ക്രോപ്പ് ലോൺസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ലോണും ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ലോണും. ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺ എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ ഹാർവെസ്റ്റ് നടത്തുന്നതിനാണ് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺസ്. എന്നാൽ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺസോ വർഷത്തിൽ 2 തവണ ഹാർവെസ്റ്റ് നടത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺസ് NPA ആവണത് എപ്പോഴാണ്? ഇഫ് റീപേയ്മെൻറ്റ് ഈസ് ഓവർ ഡ്യൂ ആഫ്റ്റർ 1 ക്രോപ്പ് സീസണിന് ശേഷം ഓവർ ഡ്യൂ ആവുമ്പോൾ NPA ആവും. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ ഇഫ് റീപേയ്മെൻറ്റ് ഈസ് ഓവർ ഡ്യൂ ആഫ്റ്റർ 2 ക്രോപ്പ് സീസണിന് ശേഷം ഓവർ ഡ്യൂ ആവുമ്പോൾ അതെന്താവും? NPA ആവും. ഓക്കെ. താങ്ക് യു.